നമസ്കാരം. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഒരു സുപ്രധാന പങ്ക് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് വഹിക്കാനുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് കണക്കുകളിലൂടെ പരിശോധിക്കാം. മെയ് 7 നടന്ന മൂന്നാം ഘട്ടത്തിൽ 94 സീറ്റുകളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ജമ്മു ആൻഡ് കാശ്മീരിലെ ആനന്ദ്നാഗ് രജൗരി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മെയ് 7 നിന്ന് മെയ് 25 മാറ്റുകയായിരുന്നു. മോശം കാലാവസ്ഥ ചൂണ്ടിക്കാട്ടി വിവിധ രാഷ്ട്രീയ കക്ഷികൾ സമർപ്പിച്ച അപേക്ഷയിന്മേലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തീരുമാനമെടുത്തത്. മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന 93 സീറ്റുകളിൽ 75 NDAയുടെ സിറ്റിംഗ് സീറ്റുകളാണ് എന്നുള്ളതാണ് പ്രത്യേകത. ഇതിൽ സംസ്ഥാനം തിരിച്ചുള്ള കണക്കുകൾ ഇപ്രകാരമാണ്. ഗുജറാത്തിൽ മൊത്തം 26 സീറ്റുകളാണുള്ളത്. ഇതിൽ 26 BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. ഇതിൽ സൂരത്തിൽ എതിരില്ലാതെ BJP സ്ഥാനാർത്ഥി ജയിച്ചതിൽ പിന്നെ ബാക്കി 25 സീറ്റുകളിലും മെയ് 7 തന്നെയാണ് ഇലക്ഷൻ നടന്നത്. കർണാടകയിലേക്ക് വന്നു കഴിഞ്ഞാൽ 14 സീറ്റുകളിലേക്കാണ് മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ 14 NDAയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടന്ന 8 സീറ്റുകളിൽ 8 NDA തന്നെയാണ് കൈവശം വെച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ 10 സീറ്റുകളിൽ 8 NDAയുടെ കയ്യിൽ തന്നെയാണ്. ബീഹാറിലെ 5-ൽ 5 സീറ്റും NDAയുടെ അംഗങ്ങൾ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഛത്തീസ്ഗഡിലേക്ക് നോക്കുകയാണെങ്കിൽ 7-ൽ 6 NDAയുടെ കയ്യിൽ തന്നെയാണ്. അങ്ങനെ ഇവിടങ്ങളിലെല്ലാം കൂടി മൊത്തം 70 സീറ്റുകളിൽ 67 NDAയുടെ കയ്യിലാണ്. ഈ ഒരു കാര്യം തന്നെയാണ് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനെ ഒന്നാം ഘട്ടത്തിൽ നിന്നും രണ്ടാം ഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ആദ്യ 2 ഘട്ടങ്ങളിലെയും തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അത്ര ശക്തി കേന്ദ്രങ്ങളിൽ ആയിരുന്നില്ല എന്ന് പറയാം. അതിനാൽ തന്നെ അവിടങ്ങളിലൊക്കെ പ്രതിപക്ഷ കക്ഷികൾ വേണ്ടത്ര മുന്നേറ്റം നടത്തിയാൽ തന്നെയും അത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറയ്ക്കാനുള്ള ഒരു ഘടകമാവണമെന്നില്ല. ഇതിൽ തന്നെ രണ്ടാം ഘട്ടത്തിൽ കർണാടകയിലെ 14 സീറ്റുകളും ഉൾപ്പെടും എന്നുള്ള കാര്യം നാം വിസ്മരിച്ചുകൂടാ. മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന 70 സീറ്റുകളിൽ 67 NDAയുടെ കയ്യിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ 70 സീറ്റുകളിൽ എത്ര എണ്ണം പ്രതിപക്ഷ കക്ഷികൾക്ക് തിരിച്ചു പിടിക്കാനാവും എന്നുള്ളതാണ് നിർണായകം. ഇതിൽ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ കക്ഷികൾക്ക് എടുത്തു കാണിക്കാവുന്ന ഒരു നേതാവ് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. കർണാടകയിലേക്ക് വരികയാണെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഏക പ്രതീക്ഷ DK ഫാക്ടറിലാണ്. അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ആവർത്തിക്കാനായാൽ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെയും ഒക്കെ BJP വോട്ടുകളിൽ വിള്ളൽ വരുത്താൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. 93-ൽ 70 സീറ്റുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് 23 സീറ്റാണ്. അതിൽ NDAയുടെ സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത് വെറും 8 എണ്ണമാണ്. മഹാരാഷ്ട്രയിൽ 11 സീറ്റുകളിലാണ് മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടെ NCPയും ശിവസേനയുമൊക്കെ വിഘടിച്ചാണ് നിൽക്കുന്നത്. കുറച്ചു പേർ NDAയിലും കുറച്ചു പേർ ഇന്ത്യയിലുമാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു മണ്ഡലം ബാരാമതിയാണ്. അവിടെ NCP വേഴ്സസ് NCP പോരാട്ടമാണ് നടക്കുന്നത്. മഹാരാഷ്ട്ര എന്നുള്ളത് BJPക്ക് ഒറ്റയ്ക്ക് അത്ര സ്വാധീനമുള്ള ഒരു സംസ്ഥാനമല്ല. ഇന്ത്യയിൽ സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ രാഷ്ട്രീയ കുതിരക്കച്ചവടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. പിന്നെയുള്ള മണ്ഡലങ്ങൾ ദാദർ ആൻഡ് നാഗർ ഹവേലി, ഗോവ, ഡാമൻ ആൻഡ് ഡ്യൂ എന്നിവയൊക്കെയാണ്. ഗോവയിലും ഡാമൻ ആൻഡ് ഡ്യൂവിലും BJPക്ക് ഓരോ സീറ്റ് വീതമുണ്ട്. പശ്ചിമ ബംഗാളിലെ 4 സീറ്റുകളിൽ കൂടി മെയ് 7 തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഇതിൽ ഒരു സീറ്റ് മാത്രമാണ് BJPക്ക് കൈവശമുള്ളത്. ഇവിടെ സന്ദേശ് കലി വിഷയം ആളിക്കത്തിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. മമതാ ബാനർജി ഇതിനെ പ്രതിരോധിക്കുന്നത് ഗവർണർ ആനന്ദ് ബോസിനെതിരായ പീഡന പരാതി വച്ചിട്ടാണ്. CAA വിഷയവും ബംഗാൾ രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്ന ഘടകമാണ്. പിന്നെയുള്ളത് ആസാമിലെ 4 സീറ്റുകളാണ്. അതിൽ മെയ് 7 തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സീറ്റുകളിൽ ഗുവാഹട്ടി മാത്രമാണ് BJPയുടെ കൈവശമുള്ളത്. ചുരുക്കം പറഞ്ഞാൽ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യം എങ്ങനെ പെർഫോം ചെയ്യും എന്നതിനനുസരിച്ചിരിക്കും അവരുടെ രാഷ്ട്രീയ ഭാവി. തീ വാറുന്ന പോരാട്ടങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.